സ്വന്തം അച്ഛനെയും രണ്ടാനമ്മയെയും കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയ മകൻ ഒടുവിൽ ആളുമാറിയുള്ള കൂട്ടക്കൊല. കഴിഞ്ഞ വെള്ളിയാഴ്ച 4 പേരെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ കേസ് കർണാടകയിലെ ഗഡക് എന്ന ഗ്രാമത്തെ നടുക്കിയ സംഭവമാണ്. ഗഡക് സ്വദേശി വിനായകിനെയും വാടക കൊലയാളികളെയും പിടികൂടിയതോടെയാണ് നടുക്കുന്ന സംഭവം പുറത്തുവന്നത്. മുഖ്യപ്രതിയുടെ അർദ്ധ സഹോദരനടക്കം 4 പേരെ കൊലപ്പെടുത്തിയ കേസ് ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. ഏപ്രിൽ 19-നാണ് ഗഡ്ഗിൽ മുനിസിപ്പൽ കൌൺസിൽ വൈസ് പ്രസിഡന്റും വ്യവസായിയുമായ പ്രകാശ് ബഗേലയുടെ വീട്ടിൽ കയറി 4 പേരെ അക്രമി സംഘം വെട്ടിക്കൊന്നത്. പ്രകാശ് ബഗേലയുടെ 2ാം വിവാഹത്തിലുള്ള മകൻ കാർത്തിക് ബഗേല, ബന്ധുക്കളായ പരശുറാം ഹതിമാനി, പരശുറാമിന്റെ ഭാര്യ ലക്ഷ്മ, മകൾ ആകാംക്ഷ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. പുലർച്ചെ വീട്ടിലേക്ക് ഇരച്ചെത്തിയ അക്രമി സംഘം കണ്ണിൽ കണ്ടവരെയെല്ലാം വെട്ടിവീഴ്ത്തുകയായിരുന്നു. പ്രകാശും 2ാം ഭാര്യ സുനന്ദയും ബഹളം കേട്ട് മുറിയുടെ വാതിൽ പൂട്ടിയിടുന്നതിനാലാണ് രക്ഷപ്പെട്ടത്. ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയതോടെയാണ് അക്രമി സംഘം രക്ഷപ്പെട്ടത്. പ്രകാശിന്റെ ആദ്യ ഭാര്യയിലുള്ള മകനാണ് കേസിലെ 1ാം പ്രതിയായ വിനായക് ബഗേല. ഇയാൾക്ക് പുറമെ ഫൈറോസ്, വാടക കൊലയാളിയായ ജിഷാൻ, സാഹിൽ ഇഷ്ഫാഖ് ഹാജി, സൊഹൈൽ അഷ്ഫാഖ് ഹാജി, സുൽത്താൻ ജിലാനി ഷെയ്ഖ, മഹേഷ് ജംഗനാഥ് സലൂങ്ക, വാഹിദ് ലിയാഖത്ത് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. വിനായകാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള അക്രമി സംഘത്തിന് കൊട്ടേഷൻ നൽകിയതെന്നും പോലീസ് പറഞ്ഞു. അച്ഛൻ പ്രകാശിനെയും 2ാനമ്മയായ സുനന്ദയെയും സഹോദരൻ കാർത്തിക്കിനെയും കൊല്ലാനായിരുന്നു വിനായക് കൊട്ടേഷൻ നൽകിയത്. 65 ലക്ഷം രൂപയായിരുന്നു കൊട്ടേഷൻ തുക. സംഭവ ദിവസം കാർത്തിക്കിന്റെ വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ബന്ധുക്കളെയും ഇവരുടെ വീട്ടിലുണ്ടായിരുന്നു. കൊപ്പാൾ സ്വദേശികളായ പരശുറാമും ഭാര്യയും മകളും വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുത്ത് മടക്കയാത്രയ്ക്ക് ട്രെയിൻ കിട്ടാത്തതിനാൽ വീട്ടിൽ തന്നെ തങ്ങി. പ്രകാശ് ബഗേലയും കുടുംബവുമാണെന്ന് തെറ്റിദ്ധരിച്ച് കൊട്ടേഷൻ സംഘം ആളുമാറിയാണ് ഇവരെ വെട്ടിക്കൊന്നതെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.